ഇന്ന് 18-ാം തീയതി വ്യാഴാഴ്ച തന്നെയാണ്. അപ്പോൾ ഇന്നും ഷാർജ മൊബൈൽ, അതായത് ഷാർജ യൂണിവേഴ്സിറ്റി സൈഡിലൊന്നും വെള്ളം താന്നിട്ടില്ല. ഈ അവസ്ഥ തന്നെയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. രാവിലെ തന്നെ ഞാൻ കാറ് കണ്ടില്ല, അതൊരു ലേഡിയാണ് ഓടിച്ചുകൊണ്ട് വന്നത്. ഞാൻ രാവിലെ കണ്ടതാണ്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഓടിച്ചുകൊണ്ട് വന്നത്. ഞാൻ അപ്പോഴേ ഓർത്ത് ഈ ഫാസ്റ്റായിട്ട് കാർ ഓടിച്ചുകൊണ്ട് വന്നിട്ടുള്ള സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം എൻജിനിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ പോലീസ് വന്ന ആ ലേഡീനെ ആ ഇതിലേക്ക് ഇത് മാറ്റിയായിരുന്നു. ഇപ്പോൾ ആ കാർ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ്. കഴിയാവുന്നതും വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക വണ്ടിയുടെ ഞാൻ കണ്ടത് ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ എൻജിനിലേക്ക് വെള്ളം കയറുന്നുണ്ട്. പതുക്കെ ഓടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ മിക്ക വണ്ടിയും കണ്ടതിൽ ഈ ഫാസ്റ്റ് ഇങ്ങനെ വെള്ളം തെറിച്ച് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ടിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോഴും വെള്ളം മാറിയിട്ടില്ല. ഇത് കണ്ടില്ല, ഫ്ലഡ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവും കാണുന്നില്ല. ഇത് സക്ക് ചെയ്ത് വലിച്ചിട്ട് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടെ ടാങ്കിൽ കിടക്കും പോലെയാണ് കിടക്കുന്നത്. താഴത്തേക്ക് വെള്ളം ഇറങ്ങിയില്ല. അപ്പോൾ രാവിലെ തന്നെ വെള്ളം വലിക്കാനായിട്ടുള്ള ഒരുപാട് വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് വെള്ളം വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്. 2-3 ദിവസം വലിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം വലിച്ചേണ്ട ഇരിപ്പുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കിടപ്പുണ്ട്, വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും 2 ദിവസം കൂടി കഴിയുമെന്ന് തോന്നുന്നു ഇവിടുത്തത്. ഇത് കണ്ടില്ല, ആ സൈഡിൽ നിന്ന് ഇത്രയും വെള്ളം തന്നെയാണ്. ഫ്ലഡ് മാറിയിട്ടില്ല. ഒരുപാട് വാഹനങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. ഇപ്പോൾ ഓരോന്ന് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വലിക്കാനും തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ക്ലിയർ ആകുമെന്നാണ് തോന്നുന്നത്. ഒറ്റ മഴക്കുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെങ്ങനെ ഒരാഴ്ച എങ്ങാനും പെയ്തിട്ടുണ്ടല്ലോ അവസ്ഥ നോക്കണ്ടേ. നമ്മുടെ എല്ലാ ഇതൊക്കെ മാറും. കാര്യം അന്തരീക്ഷം മാറുമെന്ന്. അപ്പോൾ ഒരു ദിവസത്തെ മഴയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരാഴ്ച എങ്ങാനും പെയ്താനുള്ള അവസ്ഥ എന്താണ്? എന്തായാലും ഇതെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാര്യം ഇത്രയും അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ഇതായിരിക്കും, മഴയൊക്കെ ആസ്വദിക്കുന്നവരുണ്ടാവും. പിന്നെ ഇതൊരു മടിപ്പാവും. കാര്യം റൂമിൽ നിന്ന് വേറെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഇത് കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനത്തിലൊക്കെ വെള്ളം കയറിയിട്ടുള്ളവരുണ്ട്. ഒരുപാട് നഷ്ടം സഹിച്ചവരൊക്കെ ഉണ്ട്. എന്തായാലും ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാർഗ്ഗമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ബൈ.